ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീർത്തിസ് വേൾഡ്. നമുക്കിന്നിവിടെ ഒരു പരിപ്പ് പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചട്ടിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പരിപ്പ് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കിലോ പരിപ്പാണ് എടുക്കുന്നത്. ഇത് രണ്ടായിട്ടാണ് മൂപ്പിക്കുന്നത്. ഇത് നന്നായിട്ട് മൂപ്പിച്ച് രണ്ടാമത്തേത് ഒരിച്ചിരി ലൈറ്റ് മൂപ്പുമാണ് നമ്മൾ ചെയ്യുന്നത്. പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വീഴുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. 1 കിലോ ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 കിലോ പരിപ്പിന് 1 കിലോ ശർക്കര. ഇത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാൻ. ഇങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനിയും പരിപ്പും കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഒരു ലിറ്റർ 2ാം പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇളക്കി കൊടുക്കൊണ്ടേ ഇരിക്കണം. ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ 1 കപ്പ് 1ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല. ഒന്നാം പാൽ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 സ്പൂൺ ചുക്കുപൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചട്ടി വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മൂപ്പിച്ചെല്ലാം കൂടി നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൂടി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.